നമ്മുടെ ജാതകത്തിൽ ശനി നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ നമുക്കിത് ബാധിക്കില്ല. ചിങ്ങൻ രാശിയിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശത്രുക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ശനി നല്ല ദോഷമുള്ളൂ. 4-7 ഭാഗത്തിലൊക്കെ ശനി വരുമ്പോഴാണ് കണ്ടകശനി വരുന്നത്. അപ്പോൾ 4-ാം ഭാഗത്തുനിന്ന് കുടുംബത്തിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ, കുടുംബ സമാധാനമില്ല, കുടുംബത്തിൽ ചെന്ന പ്രശ്നങ്ങളാണ്. 7-ാം ഭാഗത്തുനിന്ന് ഭാര്യയ്ക്ക് പ്രശ്നം, ഭാര്യയെക്കൊണ്ട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏത് തരത്തിൽ ശനി വന്നാലും പങ്ക്ച്വലുള്ള ആൾക്കാർ ശനി ബാധിക്കില്ല. ഹനുമാനെ പ്രാർത്ഥിച്ചാൽ ശനിദോഷം കുറയും. ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചാൽ, ശിവക്ഷേത്രത്തിൽ പിതാര പിൻവിളക്കൊക്കെ കഴിക്കുക. പിൻവിളക്ക് കഴിക്കുന്നതിനാണ് മുജ്ജമ്മ ദോഷങ്ങൾ പോകാനാണ്. പിന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ വൈകുന്നേരങ്ങളിൽ നീരാഞ്ജനം കത്തിച്ചാൽ ധനം ഉണ്ടാവും. അപ്പോൾ ശനി പേടിക്കേണ്ട ഒരാളൊന്നുമല്ല. ശനി എപ്പോഴും നല്ലതാണ്. അത് നമ്മളെങ്ങനെ ആരാധിക്കണോ അത് പാവങ്ങളുടെ ദൈവമാണ്. പാഷാണ ചിലവുകൊണ്ടാണ് പഴനി ഉണ്ടാക്കിയത്. ആ തീർത്ഥം നമുക്ക് കിട്ടില്ല. അത് കിട്ടി കഴിഞ്ഞ് പല രോഗങ്ങളും മാറുന്ന പറയുന്നത്. മുരുക വിളിച്ചാൽ തന്നെ വളരെ ശക്തിയാണ് മുരുകൻ. വീടില്ലാത്തവർക്ക് നമുക്ക് വീടുണ്ട്, ആഗ്രഹമുണ്ട്, വീടില്ല. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം തമിഴ് സമ്പ്രദായമാണ്. അതുപോലെ ഭദ്രകാളി മുരുകനെ വിളിച്ചാൽ എല്ലാം നടക്കും കേട്ടോ. അപ്പോൾ പഴനിയിലേക്ക് നമ്മൾ സ്ഥലക്കച്ചവടം നടക്കുന്നില്ല. കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ കുട്ടികളുടെ സ്വഭാവത്തിൽ വൈകൃതമൊക്കെ മാറും. മകരത്തിൽ നിന്ന് ഉച്ചത്തിലാണ്, ഭദ്രകാളിയുടെ ഉച്ചത്തിലാണ്. അപ്പോൾ അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ നിന്നാൽ ചൊവ്വയ്ക്ക് ചൊവ്വാദോഷമില്ല. പിന്നെ വ്യാഴക്ഷേത്രത്തിലോ വ്യാഴത്തോട് കൂടി നിന്നാൽ ചൊവ്വാദോഷമില്ല. അത് നോക്കിയിട്ട് വേണം. വെറുതെ കണ്ടപാടി ചൊവ്വാദോഷം എന്ന് പറയാൻ പാടില്ല. എല്ലാത്തിനും ചൊവ്വാന്ന് പറയുന്നത് അല്ല, അത് നോക്കിയിട്ട് വേണം. ഇതിന് വ്യാഴക്ഷേത്രം നിൽക്കുകയാണെങ്കിൽ ചൊവ്വാദോഷമില്ല. ഒരുവിധം ഇതിന് പരിഹാരങ്ങളുണ്ട് എല്ലാത്തിനും. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഈ ജാതകത്തിലുള്ള ഈ പല പൊരുത്തങ്ങളുണ്ടല്ലോ, എല്ലാ പൊരുത്തങ്ങളെക്കാളും അപ്പുറമാണ് മനപ്പൊരുത്തവും ഭക്തിയും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? ജാതകപ്പൊരുത്തം നോക്കണം. നക്ഷത്രപ്പൊരുത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന എക്സ്റ്റേണലാണ്. പാപസാമി എന്ന് പറയുമ്പോൾ ഇന്റേണലാണ്, നമ്മുടെ കുടുംബജീവിതമൊക്കെയാണ്. അതൊക്കെ നോക്കണം. അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് മനപ്പൊരുത്തം എന്ന് പറയണമെങ്കിലും അത് കല്യാണം കൈമാറും. ഇപ്പം സ്നേഹിക്കുന്ന 2 വ്യക്തികൾ ഭയങ്കര സ്നേഹ, കല്യാണം കഴിഞ്ഞ് അടിയാ, എന്താ അത് മനപ്പൊരുത്തം മാത്രം മതിയോ? ഒക്കെ ചുമ്മാ പറയണതാ. 10 പൊരുത്തങ്ങളാണ്. പണ്ട് 27 പൊരുത്തമായിരുന്നു, ഇപ്പോൾ 10 പൊരുത്തുള്ളൂ. ആ 10 പൊരുത്തങ്ങൾ നോക്കണം. ചൊവ്വാദോഷമുള്ള ചൊവ്വാദോഷമുള്ള ആളെ തന്നെ കഴിക്കണം. പിന്നെ എല്ലാവർക്കും ചൊവ്വാദോഷത്തിലല്ല. ഇപ്പം മേടൻ രാശിയിൽ ചൊവ്വ നിൽക്കുകയും, വൃശ്ചികൻ രാശി ചൊവ്വ നിൽക്കുകയും, കർക്കിടകൻ രാശി ചൊവ്വ നിൽക്കുകയും, മകരത്തിൽ ചൊവ്വ നിൽക്കുകയും ചൊവ്വാദോഷം ഇല്ല അവർക്ക്. കാരണം മേടത്തിലും വൃശ്ചികത്തിലും ചൊവ്വയുടെ ക്ഷേത്രമാണ്. അവിടെ ചൊവ്വ കുഴപ്പമില്ല. കർക്കിടകത്തിൽ നീചത്തിലാണ്, അപ്പോൾ വലിയ പ്രശ്നമില്ല, ജയിക്കില്ല. മകരത്തിൽ നിന്ന് ഉച്ചത്തിലാണ്, ഭദ്രകാളിയുടെ ഉച്ചത്തിലാണ്. അപ്പം അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ നിന്നാൽ ചൊവ്വയ്ക്ക് ചൊവ്വാദോഷം ഇല്ല. പിന്നെ വ്യാഴക്ഷേത്രത്തിലോ വ്യാഴത്തോട് കൂടി നിന്നാൽ ചൊവ്വാദോഷം ഇല്ല. അത് നോക്കിയിട്ട് വേണം. വെറുതെ കണ്ടപാടി ചൊവ്വാദോഷം എന്ന് പറയാൻ പാടില്ല. എല്ലാത്തിനും ചൊവ്വാന്ന് പറയരുത്. അല്ല, അത് നോക്കിയിട്ട് വേണം. ഇതിന് വ്യാഴക്ഷേത്രം നിൽക്കുകയാണെങ്കിൽ ചൊവ്വാദോഷം ഇല്ല. വ്യാഴം നോക്കുകയാണെങ്കിൽ ചൊവ്വാദോഷം ഇല്ല. വ്യാഴം അംശിക്കുകയാണെങ്കിൽ ഇല്ല. അത് വ്യാഴത്തിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ, യോഗിച്ച് നിൽക്കുകയാണെങ്കിൽ ചൊവ്വാദോഷം ഇല്ല. അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചൊവ്വാദോഷം ഉണ്ടോ ഇല്ല എന്ന് പ്രവചിക്കാനായിട്ട്. അമ്മ, ഈ 7 ശനി പോലുള്ള പലതരത്തിലുള്ള ശനികളുണ്ടല്ലോ, 7 ശനിയുണ്ട്, അങ്ങനെ പല ശനികളുണ്ട്. അപ്പോൾ ഈ ശനിദോഷങ്ങളിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? 7 ശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രാലാണ് ശനി നോക്കുക. കോജരാൽ വരുന്നതാണ് ശനി. അതിങ്ങനെ വരുന്നുണ്ട്, സഞ്ചരിച്ചു വരുന്ന ജാതകത്തിലുള്ളതല്ല. ഇപ്പോൾ ഗോചരാൽ ശനി വരികയാണ്. 7 ശനി എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രൻ്റെ, അതായത് നമ്മുടെ നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ 12-ാം ഭാവത്ത് ശനി വരുമ്പോഴാണ് 7 ശനി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ 7 ശനി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ ജന്മശനി, 7 ശനി കഴിഞ്ഞു, ജന്മശനിയാണ്. മീനൻ രാശിക്കാർക്ക് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് പൂരിട്ടാതി അവസ്ഥ, ഇവർക്കൊക്കെ ഇപ്പോൾ 7 ശനി തുടങ്ങിയേക്കുക. അതായത് 12-ാം ഭാവത്ത് ശനി വരുമ്പോൾ നമുക്ക് അനാവശ്യമായ ചിലവുകൾ വരിക, ഹോസ്പിറ്റൽ കേസ് വരിക, അങ്ങനെയൊക്കെ വരും. ജന്മശനി എന്ന് പറയും. നമ്മൾ നിൽക്കുന്ന രാശി തന്നെ ശനി വരും. ഇപ്പോൾ കുംഭക്കൂറുകാർക്കൊക്കെ പ്രശ്നമാണ്. അവിട്ടം, ചതയം, പൂരുട്ടാതി, അവിട്ടം അവസാന ഭാഗം, ചതയം, പൂരുട്ടാതി അവസാനം, ആദ്യ ഭാഗമുള്ളവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് ജന്മശനിയാണ്. ഇപ്പോൾ അതിപ്പോൾ മാർച്ച് 21 മാറും. മാറിക്കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പോകുന്നത് 2-ാം ഭാവത്ത്, അതായത് തീരാമുള്ളത്. അപ്പോഴും നമുക്ക് വ്യയങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് 7 ശനിയുടെ കാര്യങ്ങൾ. അത് നമ്മുടെ ജാതകത്തിൽ ശനി നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ നമുക്കിതൊന്നും ബാധിക്കില്ല. ശനി നീചത്തിൽ നിൽക്കുക, അത് മേടൻ രാശി ശനി നിൽക്കുക നീചമാണ്. അതേപോലെ ചിങ്ങൻ രാശിയിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശത്രുക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ശനി നല്ല ദോഷമുള്ളൂ. അവിടെ ആ ആൾക്കാർക്കാണ് ശനിദോഷം വരും ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നത് 7 ശനി വരുമ്പോൾ. അപ്പോൾ 7 ശനി, ജന്മശനി, എന്ത് ശനിയായാലും ശരി. കണ്ടകശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രങ്ങളിൽ ശനി വരിക. അതായത് 4-7 ഭാഗത്തിലൊക്കെ ശനി വരുമ്പോഴാണ് കണ്ടകശനി വരുന്നത്. അപ്പോൾ 4-ാം ഭാഗത്തു നിന്ന് കുടുംബത്തിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ, കുടുംബ സമാധാനമില്ല, കുടുംബത്തിൽ ചെന്ന പ്രശ്നങ്ങളാണ്. 7-ാം ഭാഗത്തു നിന്ന് ഭാര്യയ്ക്ക് പ്രശ്നം, ഭാര്യയെക്കൊണ്ട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. 10-ാം ഭാഗത്ത് കർമ്മം, ജോലിപരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഏത് തരത്തിൽ ശനി വന്നാലും പങ്ക്ച്വലുള്ള ആൾക്കാർ ശനി ബാധിക്കില്ല. നമ്മൾ പങ്ക്ച്വലായിരിക്കണം എപ്പോഴും.
അപ്പോൾ ശനി വരുമ്പോൾ മടി വരും, എണിക്കാൻ മടി വരും, കുളിക്കാൻ മടി വരും, നല്ല ഡ്രസ്സ് ഇടാൻ മടി വരും. ശനി അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കും ശനി ബാധിക്കും. നമ്മൾ ദിവസവും രാവിലെ തന്നെ എണീറ്റു കുളിച്ചു വൃത്തിയായിട്ട് ഹനുമാനെ പ്രാർത്ഥിച്ചാൽ ശനിദോഷം കുറയും. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കാം. ശിവക്ഷേത്രത്തിൽ പോയി ധാരാ പിൻവിളക്കൊക്കെ കഴിക്കുക. പിൻവിളക്ക് കഴിക്കുന്നത് എന്തിനാണ്? മുജ്ജമ്മ ദോഷങ്ങൾ പോകാനാണ് പിൻവിളക്ക് കഴിക്കുന്നത്. ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശനിദോഷത്തിന് കാഠിന്യം കുറയും. പിന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ വൈകുന്നേരങ്ങളിൽ നീരാഞ്ജനം കത്തിച്ചാൽ ധനം ഉണ്ടാവും. ശനി വരുമ്പോൾ ദോഷം ധനം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പോകും. അപ്പോൾ ശനി പേടിക്കേണ്ട ഒരാളൊന്നുമല്ല. ശനി എപ്പോഴും നല്ലതാണ്. അത് നമ്മളെങ്ങനെ ആരാധിക്കണോ അതനുസരിക്കും ശനിയുടെ നമ്മുടെ ഉള്ള മനോഭാവം. ശബരിമലയ്ക്ക് പോവുക, ആണുങ്ങൾക്കാണെങ്കിൽ പോകാമല്ലോ, എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോവുക. 7.5 കൊല്ലവും ശബരിമലയ്ക്ക് പോവുക, നമ്മുടെ പ്രശ്നങ്ങൾ തീരും. പിന്നെ ശനിദശ എന്ന് പറഞ്ഞാൽ 19 കൊല്ലാണ്. ആ 19 കൊല്ലം ശനിദശ കാലത്ത് ശബരിമലയ്ക്ക് പോയി പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷനായി. അങ്ങനെ ശനി പേടിക്കേണ്ട ഒരാളല്ല. ചിലപ്പോൾ ഈ ദശാ സമയത്ത് തന്നെ നല്ല ശനി ഉണ്ടാവാറില്ല ആളുകൾക്ക്. ഉണ്ട്. ശനി നല്ല അങ്ങനെയല്ല, ഏത് ശനി എന്നാലും ശനി പോണ സമയത്ത് നമ്മൾ നല്ല സ്ഥലത്ത് എത്തിക്കും. അതെന്താ കാരണം എന്നറിയാമോ? ശനിയിൽ വ്യാഴത്തിന് അപകാരത്തിൽ ശനിദശ തീരുന്നത്. അപ്പോൾ ശനി നല്ല സ്ഥലത്ത് എത്തിച്ചിട്ടേ പോവുള്ളൂ. നേരെ വെച്ച് വ്യാഴം നമ്മൾ എത്ര നല്ല വ്യാഴായാലും പോകുമ്പോൾ കൊട്ടിയിട്ട് പോകുള്ളൂ. എന്താ കാരണം? വ്യാഴദശയിൽ രാഹുവിൻ്റെ അപകാരത്തെ തീരുന്നത്. അതാണ് കാരണം. അപ്പോൾ വ്യാഴം പോകുമ്പോൾ ശ്രദ്ധിക്കുക, ശനി പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അതാണ് എല്ലാവർക്കും വ്യാഴം നന്നാവണമെന്നില്ല. വ്യാഴം നിൽക്കുന്ന അവസ്ഥ പോലെയായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പം ജാതകത്തിൽ 3 വ്യാഴം അവർക്ക് എന്താ കൊണ്ടുള്ള വ്യാഴത്തെ കൊണ്ട് ഇല്ല. 4 വ്യാഴം നല്ലതാണ്. അപ്പം നിൽക്കുന്ന ഇതനുസരിച്ചാണ് വ്യാഴത്തിൻ്റെ ഗുണഗണങ്ങളെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ശനിയുമായി ബന്ധപ്പെട്ട് ഈ ശനിദോഷങ്ങൾ, ഈ ശനി എന്ന് പറയുന്നൊരു പ്രശ്നം പ്രശ്നമല്ല, ഒരു ദോഷം നമുക്ക് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ പ്രാർത്ഥിക്കുക, ശിവന് മഹാദേവനെ പ്രാർത്ഥിക്കാം, ഗണപതിയെ പ്രാർത്ഥിക്കാം. ഗണപതിയും ശനിദോഷം മാറ്റുന്ന ആളാണ്. ഗണപതിയെ പ്രാർത്ഥിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യൻ, അങ്ങനെ ഇഷ്ടമുള്ള ദേവന്മാരെ പ്രാർത്ഥിക്കാം. മഹാദേവനെ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കാം. മഹാദേവൻ, ഹനുമാൻ, മഹാദേവൻ, അയ്യപ്പസ്വാമി, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ശൈവ രൂപത്തിലുള്ള ദേവതകളെല്ലാം പ്രാർത്ഥിക്കാം. അതെ. ശരി. അമ്മ ഇപ്പോൾ പറഞ്ഞു നിർത്തിയെടുത്തു. അതായത് മുമ്പ് പറഞ്ഞു ഈ മഹാദേവന് ഈ പറയുന്ന പോലെ മുൻവിളക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ മുൻജന്മ കർമ്മ ദോഷങ്ങൾ മാറും പിൻവിളക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ മുൻജന്മ കർമ്മഫലം ആളുകളെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇപ്പോൾ ഈ വ്യാധിരൂപേണ ജായത എന്ന് പറയുന്നത് പോലെ മുൻജന്മ കർമ്മമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ മുൻജന്മ കർമ്മഫലം ഇപ്പം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്ക് അത് മാറാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിനാണ് മഹാദേവന് പിൻവിളക്ക് കത്തിക്കുക. അത് ഓൺലൈൻ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോയി ചെയ്യണം. പോയി ആ വിളക്ക് അത്ര കണ്ടു തൊഴുക. ഇപ്പം പിൻവിളക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ അമ്പലത്തിനകത്തൊക്കെ നെയ്വിളക്ക് എടുക്കുന്നത്, എണ്ണ എടുക്കില്ല, എണ്ണയിൽ മായമുള്ള കാരണം. അപ്പം ഒരു നെയ്വിളക്ക് വാങ്ങിച്ചു കൊടുക്കുക. അവിടുത്തെ അമ്പലത്തേക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമശിവായ ചെല്ലുക. മാക്സിമം അവിടെ നിന്ന് 108 പ്രാവശ്യം ചെല്ലുക നമശിവായ. അങ്ങനെ എല്ലാ ശനിയാഴ്ചയും പോയി തൊഴുക. ഒരു ശനിയും ബാധിക്കില്ല, ഒരാൾക്കൊന്നും. മുജ്ജമ്മ ദോഷങ്ങളൊക്കെ കുറഞ്ഞോളും. പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യും ശനിയാഴ്ച ദിവസങ്ങളിൽ. ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കുക. കഴിവില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പൊരിച്ചോറ് കൊടുക്കാൻ പറഞ്ഞ പ്രശ്നമാണ്. വേറെ ആരും കൊടുത്തൊരു പ്രശ്നമാണെങ്കിൽ നമ്മുടെ തലയിലാവും. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ദാനധർമ്മങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ചെറിയ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, അത് ശനീശ്വരൻ ഇഷ്ടമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കാൻ പൈസ ഇല്ല, കൊട വാങ്ങിച്ചു കൊടുക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൊട ഒരു 10 പേർക്ക് കൊട വാങ്ങിച്ചു കൊടുക്കുക. അതൊക്കെ ബാഗ്, കൊടയാണ് ഏറ്റവും നല്ലത്. ചെരുപ്പ്, നമ്മുടെ ജോലിക്കാരോ പാവങ്ങൾക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക. പ്രായമുള്ളവർക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക. ഇതിലൊക്കെ ഉപരി എന്താ വേണ്ടത്? മാതാപിതാക്കൾക്ക് വേണ്ട ചെയ്യാം. നമുക്ക് മാതാപിതാക്കൾക്ക് അവർക്കുണ്ടോ ഇല്ലയോ എന്നല്ല കാര്യം. അവർക്ക് നമ്മൾ മാസത്തിലൊരിക്കോ വർഷത്തിലൊരിക്കോ എന്തെങ്കിലും ചെയ്യുക. അവരെ പിറന്നാൾ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. അതൊക്കെ ഭയങ്കര പുണ്യമാണത്. മാതാപിതാക്കൾക്ക് ഉണ്ടോ ഇല്ലെന്നല്ല ചിന്തിക്കണത്. അതേപോലെ തന്നെ കുടുംബ പരദേവതയ്ക്ക് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. കുടുംബ പരദേവതയ്ക്ക് വിളക്ക്, നെയ്വിളക്ക്, പൂമാല, പായസം. അത് ദേവിയാണെങ്കിലും ആരാണെങ്കിലും അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് വേണ്ടത്. മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ഏറ്റവും എന്ത് ശനിയും പോകും. മാതാപിതാക്കൾ കൊടുക്കാതെ നോക്കി അത് ആശുപത്രിയിൽ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വണ്ടിക്ക് ചിലവാകും ഇല്ലേ? അവർക്ക് അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്, ഞാൻ കൊടുത്തിട്ട് എന്താ വേണ്ടത് എന്ന് കൊടുക്കൂല. അപ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാവില്ല, പക്ഷെ അവരുടെ പൈസ കിട്ടുമ്പോൾ വാഹനത്തിന് ചിലവാകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചിലവാകും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ പോവും. ഇങ്ങനെ സംഭവിക്കും, മൊബൈൽ അഴ പൊട്ടിപ്പോവും, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. കാരണം അമ്മയ്ക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത പണം
ഇതായി പോവും, ദൂർത്തായി പോകുന്ന പറയുന്നത്, വേസ്റ്റായി പോകുന്ന പറയുന്നത്. ഈ ഗംഗയിലൊക്കെ പോയി നമ്മൾ മുങ്ങുന്ന സമയത്ത് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളൊക്കെ മാറും എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ, അതായത് അതിനു വേണ്ടിയിട്ടാണല്ലോ പല ആളുകളും ഗംഗാതീരത്ത് പോകുന്നതും അവിടെ ഇരുന്ന് സമാധിയാകുന്നത് പോലും നമ്മുടെ ഈ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഗംഗ പുണ്യ നദികളെ കുളിക്കണമൊക്കെ നല്ല, രാമേശ്വരത്ത് പോയി കുളിക്കുക, ഗംഗയിൽ പോയി കുളിക്കുക, അതൊക്കെ നല്ലതാണ്. പുണ്യ തീർത്ഥങ്ങളിൽ കുളിക്കണമൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഗംഗയൊക്കെ നന്നായിട്ടുണ്ട്, പണ്ട് കൊള്ളില്ലായിരുന്നു. ഞാൻ പോയിട്ടുണ്ട് കാശി, ഇവിടെ ഗംഗയുടെ അടുത്ത്, ഈ താജ്മഹലിൻ്റെ അടുത്തൊക്കെ, ആഗ്രയിൽ. അന്നൊക്കെ ഗംഗയിൽ നമുക്ക് കുളിക്കാൻ പറ്റില്ല, നമ്മുടെ എല്ലാ ആൾക്കാർ വരും പൊങ്ങുമ്പോൾ. പൊങ്ങിക്കഴിഞ്ഞാൽ ജടങ്ങളായിരിക്കും. ഇപ്പോൾ വൃത്തിയായിട്ടുണ്ട്, ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ടെന്നാണ് പറയണത്, ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതങ്ങനെ പുണ്യ നദികളിൽ പോയി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ, എന്നിട്ട് പാപം ചെയ്തിട്ട് എന്താ കാര്യം? പാപം ചെയ്യാതിരിക്കുക. പുണ്യ കുളിക്കുന്നതൊക്കെ നല്ലതാ. ഹജ്ജിന് പോണില്ല എല്ലാവരും, എന്നും അതിന് പോണൊക്കെ നല്ലതാണ്. രാമേശ്വരം, കാശി, അവിടെയൊക്കെ പോണത് നല്ലതാണ്, കുളിക്കണൊക്കെ നല്ലതാണ്. കർമ്മങ്ങൾ ചെയ്യണൊക്കെ ഈ വക നേരത്തെ പറഞ്ഞ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആത്മാക്കൾക്ക് മോക്ഷം കിട്ടും. രാമേശ്വരത്ത് ബലിയിടുക, പമ്പയിൽ പോയി ബലിയിടൂലേ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ? പമ്പയിൽ ബലിയിടാറില്ലേ? പോയിട്ടില്ലേ അവര്? പമ്പയിൽ ബലിയിടാറില്ലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു അത്. ഇപ്പം ഉണ്ടോന്നറിയില്ല, അടുത്ത് ഞാൻ പോയില്ല. ഇപ്പം ഉണ്ടാവണം. പമ്പയിൽ ബലിയിടും, പമ്പയിൽ ബലിയിടുക, രാമേശ്വരത്ത് പോയി ബലിയിടുക, അതുപോലെ കാശിയിലിടുക, അതൊക്കെ ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ അറിഞ്ഞു അറിയാതെ പോയ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടും. ഈ ബലി ഒരു വലിയ കാര്യമാണ് സത്യത്തിൽ. അതെ, കാക്കയ്ക്ക് ചോറ് കൊടുക്കല്ലേ, അത് കാക്കയല്ലേ കഴിക്കണത്. കാക്കയ്ക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കാൻ നല്ലതാ. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ദിവസവും കാക്കയ്ക്ക് അന്നം കൊടുത്താൽ നല്ലതാണ്. അത് ഒരു ജീവിയല്ലേ കഴിക്കണത്, അത് നല്ലതാണത്. പിന്നെ അതുപോലെ തന്നെ ശനിദോഷം വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴും ഓർത്ത്, ശനിദോഷം വന്നാൽ ശനിയാഴ്ച കാക്കയ്ക്ക് കുറച്ച് എള്ളും നെയ്യും ചേർത്ത് ചോറ് കൊടുത്താൽ നല്ലത്. കുറച്ച് ആദ്യം എച്ചിലാവത്, ആദ്യം കൊടുക്കണം, ചോറ് കൊടുക്കണം, നല്ലതാണ്. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണം എപ്പോഴും നല്ലതാണ്. ഈ രാമേശ്വരത്ത് പോയിട്ട് കുളിക്കുമ്പോൾ നമുക്ക് ഈ പല കർമ്മദോഷങ്ങളും മാറുമെന്ന് പറയാറുണ്ട്. അത് ശരിയാണ്. 21 കിണറുണ്ട്. ആ കിണറിലെ വെള്ളമൊക്കെ തലയിലൊഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അസുഖം കുറയില്ലേ? പക്ഷെ എത്ര പനിയുള്ളവർക്ക് അസുഖം വരില്ല. ഞങ്ങളിതുപോലെ പണ്ട് രാമേശ്വരത്ത് പോയിട്ടുണ്ട്. എൻ്റെ മകനൊരു വയസ്സുള്ളതെന്ന്. അപ്പോൾ അവന് തിരിച്ച് പനിയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പോവും, കുളിക്കും എന്ന് വിചാരിച്ച് പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ 21 കിണറ്റിലെ വെള്ളം കുട്ടിയുടെ തലയിൽ വീണു. നമ്മുടെ തലയിൽ ഒഴിക്കുമല്ലോ, ഈ പനിയൊക്കെ മാറി. അപ്പോൾ പുണ്യം കൊണ്ടുള്ള വെള്ളത്തിന് അന്ന് നമ്മളിതിൽ വിശ്വാസമുണ്ട്. ഞാൻ ഇത്രയൊന്നും അമിതമായി വിശ്വസിച്ചിരുന്നില്ല. ജസ്റ്റ് ഇത് പോയി അച്ഛനും അമ്മയ്ക്കും കർമ്മം ചെയ്യാന്ന് വെച്ച് പോയതാ. പക്ഷേ അവൻ്റെ പനിയൊക്കെ മാറി, അതോട് ഉഷാറായി, ആൾ ഉഷാറായി. അപ്പോൾ എന്തും ഗുണം ഉണ്ടാവുമല്ലോ അതിനകത്ത്. എന്തോ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഉണ്ട് പോസിറ്റീവ് എനർജി ഉണ്ട് അവിടെ, പ്രോസസ്സ് ഉണ്ട്. അതുമാത്രം ശ്രീരാമനായിട്ട് ബന്ധപ്പെട്ടതല്ലേ രാമേശ്വരം. അവിടെ ചെല്ലേ സേതു ഉണ്ടാക്കിയത്. ആ ശ്രീരാമസ്വാമിയുടെ കാല് വെച്ച സ്ഥലം രാമസേതു ഒക്കെ എപ്പോഴും ഉണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കാണാം നമുക്ക് ആ പാദം. അത് തന്നെയാണെന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അത്രയും ശ്രീരാമസ്വാമി ഹനുമാനൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ആ പ്രതിഷ്ഠയ്ക്ക് ബലം ഉണ്ടാവുമല്ലോ എന്തായാലും. അവസാനമായിട്ട് ഈ കലിയുഗത്തിൽ, ഈ കലിയുഗമാണല്ലോ ഇപ്പോൾ ഉള്ളത്, അപ്പോൾ കലിയുഗത്തിൽ ഒരു മുരുകയുഗം പിറക്കാൻ പോകുന്നു, മുരുകൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാലം വരാൻ പോകുന്നു എന്നുള്ള പ്രചാരണങ്ങളുണ്ട്, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? മുരുകൻ എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ദൈവമാണ്. ഭഗവാൻ എപ്പോഴും വിളിച്ച വെളിപ്പുറത്തെത്തും മുരുകൻ. അതുപോലെ പഴനി, പാഷാണ ചില കൊണ്ടാണ് പഴനി ഉണ്ടാക്കിയത്. ആ തീർത്ഥം നമുക്ക് കിട്ടില്ല. അത് കിട്ടി കഴിഞ്ഞാൽ പല രോഗങ്ങളും മാറുന്ന പറയുന്നത്. അത് വെളുപ്പം കാലത്താണത്. ആ തീർത്ഥം നമുക്ക് കിട്ടി നമ്മുടെ ശരീരത്തിലൊക്കെ ഒഴിച്ചാൽ നമ്മൾ രോഗങ്ങളൊക്കെ മാറും. ഭയങ്കര പവർഫുള്ളാണ്. നമുക്ക് കിട്ടില്ല, അത് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പോൾ അങ്ങനെ മുരുകനെ വിളിച്ചാൽ മുരുകനെ വിളിച്ചാൽ തന്നെ വളരെ ശക്തിയാണ് മുരുകന്. നമ്മുടെ ഇവിടെ അത്ര പ്രചാരം ഇല്ലെങ്കിലും സുബ്രഹ്മണ്യം ഭയങ്കര പവർഫുള്ളാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച തോറും ത്രിപതിനെ വെച്ച് നോക്കും, ജോലിയുടെ എല്ലാ തടസ്സവും മാറും. അപ്പോൾ സുബ്രഹ്മണ്യൻ ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ പവർ ഉണ്ടായിട്ടാണല്ലോ അത്, പവർഫുള്ളായിട്ടാണല്ലോ സുബ്രഹ്മണ്യ സ്വാമി. അതുപോലെ വീടില്ലാത്തവർക്ക് നമുക്ക് വീടുണ്ട്, ആഗ്രഹം കൂടെ വീടില്ല. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം തമിഴ് സമ്പ്രദായമുണ്ട്, ഞാൻ ബാംഗ്ലൂർ വെച്ച് കേട്ടേക്കണതാണ്, ഞാൻ താമസിച്ചപ്പോൾ കേട്ടതാണ്. മുരുകന് വെറ്റില ദീപം കത്തിക്കും. 6 വെറ്റില വെച്ചിട്ട് അത് ചെരാതൊക്കെ വെച്ച് വെറ്റില വെച്ച് ഷഷ്ടി കവചം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പറയുമ്പോൾ വീടുണ്ടാവും. പണിയനോട്ടെ വെറുതെ ചൊല്ലിക്കൊണ്ട് എന്ത് കാര്യമില്ല. അതിൻ്റെ പരിഹാരങ്ങൾ നോക്കാം. എങ്ങനെയാണ് നമ്മൾ വീടുണ്ടാക്കാൻ പറ്റുക, പ്ലാൻ ചെയ്യണം. ലോൺ എടുത്താണോ, എങ്ങനെ അടയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെ കാര്യങ്ങൾ നോക്കിയിട്ട് മുരുകൻ വെച്ച് എല്ലാ കാര്യം നടക്കും കേട്ടോ.
അതുപോലെ ഭദ്രകാളിയും മുരുകനെ വിളിച്ചാൽ എല്ലാം നടക്കും കേട്ടോ. അപ്പോൾ പഴനിയിലേക്ക് നമ്മൾ സ്ഥലക്കച്ചവടം നടക്കണില്ല, ഭഗവാനാണ് വിചാരിച്ചു നോക്കും. പഴനിയിലേക്ക് കച്ചവടം നടന്നിരിക്കും, വിളിക്കേണ്ട വിധത്തിൽ വിളിക്കണം. കുട്ടികളുടെ സ്വഭാവം എന്നാണ് ഏറ്റവും നല്ല മുരുകനെ വിളിക്കുന്നത്. നേരത്തെ വിട്ടുപോയി പറയാൻ. മുരുകനെ കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ കുട്ടികളുടെ സ്വഭാവത്തിൽ വൈകൃതമൊക്കെ മാറും. അതുപോലെ തന്നെ മുരുകൻ്റെ ഈ കൽക്കണ്ടവും പെരുംജീരവും പൊടിച്ചിട്ട് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് കൊടുത്തു നോക്കൂ, കുട്ടികൾക്ക് ബുദ്ധി ഓർമ്മയുണ്ടാവും. സ്വാദുണ്ടാവില്ല, പക്ഷെ നല്ലൊരു എന്താണ് സുബ്രഹ്മണ്യൻ്റെ പഞ്ചാമൃതം ഇതൊക്കെ നല്ലതാണ്.